നമസ്കാരം. രാഷ്ട്രീയപരമായി ഒരു മനുഷ്യൻ PC ജോർജ് എന്ന പൂഞ്ഞാറുകാരനായിട്ടുള്ള MLA തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാകുന്നതാണ് പച്ചയായ പൂഞ്ഞാറുകാരൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച്. ഇടക്കൊക്കെ വലത്തോട്ടും ഇടക്കൊക്കെ ഇടത്തോട്ടും ചിലപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ സംഘപരിവാറിനോടൊപ്പം കൂറുപുലർത്തുന്ന ഈ മഞ്ഞമുഖത്തെ തിരിച്ചറിഞ്ഞവരാണ് മലയാളികൾ. എന്നാൽ ഇപ്പോൾ അണിയറയിൽ പുതിയ നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് PC ജോർജ് MLA. അതായത് UDF-ലോട്ട് ചേക്കേറാനുള്ള പുതിയ തന്ത്രം. എന്നാൽ ഈ തന്ത്രത്തിനെ അടിച്ചോടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് UDF-നകത്തുള്ള വിദ്യാർത്ഥി സംഘടനകളും യുവാക്കളും മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ വ്യക്തമാകുന്നത് NSU സെക്രട്ടറി രാഹുൽ മങ്കുണ്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില വാക്കുകളാണ്. അത് ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. അദ്ദേഹം കുറിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: PC ജോർജ് എന്ന രാഷ്ട്രീയ വിസർജനത്തെ UDF ഒരു കാരണവശാലും മുന്നണിയിൽ എടുക്കരുത്. അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഇങ്ങനെയാണ്. ഇടക്കൊക്കെ ഇടത്തോട്ടും വലത്തോട്ടും സംഘപരിവാറിനോടൊപ്പം കൂറുപുലർത്തുന്ന ഈ മലിന വിസർജനം എപ്പോഴാണ് തിരിഞ്ഞുകൊത്തുക എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. കന്യാസ്ത്രീയുടെ വിഷയം വന്നപ്പോൾ ഫ്രാങ്കോ മുളക്കലിന്റെ കൂടെ നിന്നുകൊണ്ട് കന്യാസ്ത്രീ സാത്താന്റെ കൂട്ടാളിയാണെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ ഇയാളുടെ തനി സ്വഭാവം അവിടെ വെച്ച് തന്നെ കണ്ടതാണ്. രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകളൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന ഉറച്ച സ്വരത്തിൽ പറഞ്ഞ PC ജോർജ് തൻ്റെ അമ്മയെയും പെങ്ങളും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തെ തന്നെയാണ് കുറ്റപ്പെടുത്തിയത് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മറന്നുപോയിട്ടുണ്ട്. ഒടുവിൽ സംഘപരിവാറിനോടൊപ്പം കൂറുപുലർത്തിയ ഇദ്ദേഹത്തെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ മര്യാദകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നണിയിലെടുക്കുക? അങ്ങനെ മുന്നണിയിലെടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും UDF നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് രാഹുൽ മങ്കുണ്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത്. അതിനോടകം തന്നെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോക്സഭയിലെ 20 മണ്ഡലങ്ങളും നിയമസഭയിലെ 140 മണ്ഡലങ്ങളും ഒന്നിച്ച് ലഭിച്ചാൽ തന്നെ ഇദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദമുള്ളത്. അതായത് PC ജോർജ് എന്ന മലിന വിസർജനത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ PC ജോർജിനെ ഉപമിച്ചിട്ടുള്ളത് രാഷ്ട്രീയ മലിന വിസർജനം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു മോശമായ പദപ്രയോഗം ഉപയോഗിച്ച് ഒരു നേതാവ്, അതായത് യുവനേതാവ് മുന്നോട്ട് വരുമ്പോൾ PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ യഥാർത്ഥ പച്ചയായ മുഖം അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് നാൾക്ക് നാൾ കളം മാറ്റി ചവിട്ടുന്ന ഇവരെയൊക്കെ യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തന്നെ മര്യാദക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളല്ലേ മുന്നോട്ട് വെക്കുന്നുള്ളത്. പൂഞ്ഞാറുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ഞാറുകാരൻ്റെ MLA സ്ഥാനം തെറിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടയിൽ UDF-ലേക്ക് ചേക്കേറാനുള്ള ശ്രമത്തിന് കൂട്ടുപിടിക്കുന്ന നേതാക്കന്മാരെയും അവിടെ വിമർശനത്തിന് പാത്രമാക്കേണ്ടതുണ്ട്. എന്നാൽ പോലും UDF-ലേക്ക് ചേക്കേറാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ UDF-ന്റെ മുന്നണിയിലേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. PC ജോർജിനെ ഇനി UDF-ൽ എടുത്താൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധത്തിനായിരിക്കും UDF നേതൃത്വം ഇരയാക്കപ്പെടുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.